റൂമിൽ പോസ്റ്റ് അടിച്ച് കിളിയായിട്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോഴാണ് ഞാനൊന്ന് ജസ്റ്റ് ഫ്രീ ഫയർ തുറന്നിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ ഒടുക്കത്തെ നെറ്റ് പിന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിളാണ്, ഒരു രക്ഷയില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ ഗെയിമൊന്നും കളിക്കാനേ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. നമുക്ക് നൈറ്റാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ടൈം. കാരണം ആ സമയത്ത് ഞാൻ വർക്ക് പ്ലേസിലായിരിക്കും, എനിക്കവിടെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കയറാറില്ലടി. പക്ഷേ ഇതിപ്പം അബദ്ധത്തിൽ ഞാൻ ഒന്ന് കയറിപ്പോയതാണ്. കയറിയതും നമ്മുടെ ഒരു ചങ്കളിയനുണ്ട് സ്യൂസ്, അവനോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ഓൾറെഡി കിടമ്പോൾ പുള്ളി പിടിച്ച് നേരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ തോന്നുന്നു. ഞാൻ ചെന്ന് കയറുന്നതിന് മുമ്പേ പുള്ളി സ്റ്റാർട്ട് കൊടുത്തുള്ളത്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ വന്ന് കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതിലിപ്പോൾ എപ്പോൾ പിന്നടിക്കും എന്നൊന്നും എനിക്കൊരു പിടുത്തമുണ്ടായിരുന്നില്ല. സോ അടിക്കട്ടെ എന്ന് വെച്ച് കളിക്കണം കേട്ടോ. ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എനിക്ക് ഒരു പരിപാടി ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഒരു 2-3 വട്ടമൊക്കെ റെക്കോർഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. ഇതിന് മൈക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞാൻ മൈക്ക് ഓൺ ആക്കുമ്പോൾ ഇതിനകത്തുള്ള സൗണ്ട് മൊത്തം കട്ടായി പോവുകയാണ് ഗൈസ്. പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. ഇത് മീൻ പിടിക്കാൻ സ്ഥലമല്ലേ? മായാവി വെക്കാത്ത അമ്മൂമ്മ വന്ന് അല്ല. അയ്യോ, മായാവി അല്ലടാ, ലുട്ടാപ്പി. മായാവി ലുട്ടാപ്പി തിരിച്ചുള്ള തിണ്ടി കുന്തത്തിൽ പോകുന്ന ആളെന്നാണ് അവൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ കറക്റ്റ് സമയത്ത് മൈക്ക് ഇതാക്കിയായിരുന്നു, ഓഫാക്കിയായിരുന്നു. കാരണം എനിക്ക് മേലെ നിങ്ങളൊക്കെ അറിയാം, ആ സമയത്ത് എനിക്ക് പിന്നടിച്ചായിരുന്നു. ആ സമയത്തുള്ള സൗണ്ടാണത്. ഞാൻ അത് പിന്നെ കട്ട് ചെയ്തില്ല. ഇറ്റ്സ് എ ഫൺ മൊമെൻറ്റ്. അതായത് പിന്നെ കുറേ കാര്യം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്കവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കുന്തി പറക്കൽ തന്നെ. ഇവിടെ ടോക്സി എനിമയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ചാടി വന്നത്. അവനാണെങ്കിൽ അടിച്ചെടുക്കുകയും ചെയ്തു. അവനെ കുറച്ച് ഡാമേജ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ക്ലിക്ക് കുറച്ച് ഡാമേജ് അങ്ങ് എടുത്ത് എന്നിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പിന്നെ നടക്കുക. ആരെയും ശരിക്കും പറഞ്ഞാൽ ടോക്സി പറയാൻ ശരിയായിരുന്നു കേട്ടോ. ഇത്ര നേരം ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അതേ 35 പേര് നമുക്ക് ലൈവ് കാണിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഫാക്ടറി വന്നപ്പോഴാണ് ഫ്ലൈ ഇടന്ന് വിളിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒറ്റയ്ക്കായി പോയി. അവിടെ ചത്ര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഫ്ലൈയെ ബാക്കിൽ നിന്ന് അടിക്കാൻ വേണ്ടി പോയ ഒരുത്തരാണ് ഒരു 3 അടിയങ്ങ് അടിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ അവൻ നോക്കായി. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഇതൊരു പ്രീ പ്ലാൻഡായിട്ട് റെക്കോർഡ് ചെയ്തൊരു സെറ്റപ്പ് അല്ല, അതുകൊണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ ഒക്കെ ഞാൻ മ്യൂട്ടാക്കാൻ വേണ്ടി വിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കാതെ ഫ്ലൈ ഞാൻ പൊക്കി വിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബേക്കിരിക്കുന്ന കോടതിയുണ്ടല്ലോ, അതെടുത്ത് കളയണമെന്ന് എനിക്കുണ്ട്. കാരണം മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ടായിരുന്നു. പിന്നെ റെക്കോർഡ് ചെയ്തതിൻ്റെ കുറച്ച് ലാഗടിയും എനിക്കുണ്ട്, നല്ല പോലെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ഞാൻ ദേവനെ പറഞ്ഞ് നമ്മുടെ ചളിക്കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. ചമ്മി നാറിപ്പോയി. എന്നിട്ടും നമ്മൾ തളരാത്ത പോരാളിയാണ്. നമ്മൾ പിന്നെ ഇവിടെ ഒന്ന് നോക്കി. അപ്പോൾ ഓൾറെഡി ഫ്ലൈ അങ്ങ് വാങ്ങി അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേരുണ്ട്. അവൻ എന്തായാലും കില്ലെടുക്കണം. ഇത് മാസ്റ്റർ ലോബിയാണ് ഗൈസ്. ഞാൻ ആക്ച്വലി മാസ്റ്റർ 2 അടിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ BR അങ്ങനെ കളിക്കാറില്ല. കാരണം ഞാൻ CS ആണ് കൂടുതൽ കളിക്കാറുള്ളത്. ഇപ്പോൾ സീസൺ പറയുന്നതല്ലേ, CS ഞാൻ മാസ്റ്റർ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളിക്കാറില്ല. ദൈവനെ ഒറ്റയടിക്ക് അടിച്ച് തന്നെ നോക്കായിപ്പോയി. ഫ്ലൈ ഓൾറെഡി നല്ല പണിഞ്ഞ് വെച്ചേക്കുന്ന ആളാണെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴേക്കും ഫ്ലൈ നോക്കായി. അവിടെ ഒരാളും ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ഞാൻ ഫ്ലൈ അവൻ അടിച്ച് ഫിനിഷ് ആക്കുന്നതിന് മുമ്പ് അവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ട് നടന്നതുമില്ല. അങ്ങനെ പിന്നെ പുള്ളിക്കാരിയും കൂടി ഞാൻ അടിച്ചങ്ങ് ഫിനിഷാക്കി. എന്നിട്ട് നേരെ പോയിട്ട് പുള്ളി ഫ്ലൈയെ പൊക്കി വിടാന്നുള്ള ഐഡിയയിലാണ് ഞാനിങ്ങനെ പോണത്. ഞാനിങ്ങനെ പോയി അവനങ്ങ് പൊക്കി വിട്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഗൈസ് അവിടെ വെച്ചിട്ടേ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തായിരുന്നു കേട്ടോ. വേറെ എനിക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ കിടന്ന് കിണ്ടി നടക്കുകയാണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല എനിമീസ് ഉണ്ട് കേട്ടോ. മേലെയൊക്കെ ഇവിടേക്കും എനിമീസ് ഉണ്ട്. വേണ്ട, നല്ല അടിക്കുന്നത്. അത് ആ റേ ക്യാരക്ടർ അടിച്ചതാണ് എൻ്റെ മേലെ ചെയ്യുന്നുണ്ട്. ആ തെണ്ടി അതിനാകപ്പാടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കുറച്ച് പോയി അത് പോകത്തുള്ളൂ. പക്ഷേ ആ സംഭവം കുറച്ച് ഡേഞ്ചർ ക്യാരക്ടറാണ് കേട്ടോ ക്ലോസ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് അത് അവിടെ നിന്ന് ഇട്ടിട്ട് എന്നെ അടിച്ചേക്കുന്നു. സമ്മതിക്കണം അവൻ്റെ. അവിടെ സൂസി എത്തായിരുന്നേ. ഞാൻ പിന്നെ സ്യൂസിനെ വന്നിട്ട് പിന്നെ അവനെ പൊക്കി വിട്ട്. അവൻ വേറെ ഏതോ കണ്ടെത്തണം. അവൻ ഭയങ്കര പ്രോ പ്ലെയർ ആയതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ പോയിട്ടേ കളിക്കത്തുള്ളൂ. വൻ വിഷയമാണ് സ്യൂസ്. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ കുത്തിയിരുന്നത് അപ്പുറത്ത് പിന്നെ അടിക്കുന്നുണ്ട്. നമ്മൾ വലിയ പ്രോ പ്ലെയറൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഗൈസ് കുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് നല്ല കിടിലം പ്ലെയേഴ്സ് ഉണ്ട്. അപ്പം ഞാനൊരു ഭയങ്കര ഒരു പ്രോ പ്ലെയർ ആണെന്ന് പറയുന്നില്ല. എനിക്ക് വണ്ട പഠിക്കാനൊന്നും വലിയ പിടുത്തൊന്നുമില്ല. എന്നാലും ചില സമയത്ത് ഞാൻ കിടിലായിട്ട് വണ്ട പഠിക്കും കേട്ടോ. പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ഇവിടെ നമ്മൾ ഇരിക്കുന്നു പറഞ്ഞാൽ അപ്പുറത്ത് ട്രോക്സി ഉണ്ട്. സോ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവനായിരിക്കും ഒരു ആദ്യം അടി കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു റിസ്ക് വരത്തില്ല. അവൻ അടി കിട്ടുമ്പോൾ നമുക്കറിയാം അതൊരു എനിമി വരുന്നുണ്ട് എന്ന്.
അപ്പോൾ ആ ഒരു ടോട്ടലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവന്മാർ പുറത്തുനിന്നൊക്കെ ആരൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ അടിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ സ്യൂസ് പിന്നെ നോക്കായി, അത് പിന്നെ അങ്ങ് അണ്ടകളത്തിൽ എവിടെയാണ്. അപ്പോൾ ഞാൻ സൂസിനെ പൊക്കാന്ന് ചോദിച്ചു ഞാൻ ഓടിപ്പോകുന്ന സമയത്താണ് ട്രോക്സ് കൂടെ വന്നത്. അവനെ ഞാൻ വരണമെന്ന് പറഞ്ഞു, പക്ഷേ അവൻ വന്നതാണ്. എന്നിട്ട് ഞാൻ എന്നെ ഗ്ലൂട്ട് ബ്ലോക്ക് ചെയ്തു. അവിടെ ഇറങ്ങുമ്പോൾ പിന്നെയും ഇവൻ്റെ ഗ്ലൂ, ഇവൻ വാരി വലിച്ച് ഗ്ലൂ ഇങ്ങനെ വാരി വെതറാണ് കൈ. സോസിന് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ചെയ്യുക? ഫ്രണ്ടിൽ കിടന്ന് അടി ഉണ്ടാകും, 2 കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുത്തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് ഞാൻ അടിച്ച് നോക്കിട്ട് ഞാൻ ട്രോക്സി പൊക്കാൻ വേണ്ടി വന്ന സമയത്ത് മറ്റേ വേറെ അവിടെ നിന്ന് ഒരു ഗൺഫയർ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അല്ല ഞാൻ ഗ്ലൂ ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അതായത് ഞാൻ ട്രോക്സിയെ പൊക്കി വിട്ടായിരുന്നു. എന്നാൽ ആ കില്ലം കടിച്ച് ഫിനിഷ് ചെയ്ത് അവിടെ കയറണം. അവിടെ പിന്നെയും ട്രോക്സി ഗ്ലൂ ഇട്ടു. പിന്നെ ഞാൻ ഓടി ബാക്കിലേക്ക് സമയത്ത് ഇനി മേലെ നിന്ന് അടി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഒരു ഗ്ലൂ ഇടുന്നത്. നമ്മുടെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചാടി ഇവിടെ വന്നിട്ട് നേരെ നമുക്കിനി അടുത്തടുത്തേക്ക് പോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേക്കും താണ്ടടാ സൂസ് പിന്നെയും കിടക്കുന്നു. ഇവനെ കൊണ്ട് ശല്യമാണ്. ഞാൻ എന്നിട്ട് ഓക്കെ ശരി എന്നാൽ പിന്നെ ഇവനെ പൊക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ആദ്യം ഒരു തല്ലി പോകുന്നില്ല, ലക്കി ഇതേ വരുന്നു ഗേൾ ബണ്ടിലിട്ടവൻ. അപ്പോൾ ഇവനെ അടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലാണ്, കാരണം എൻ്റെ കയ്യിൽ P90 ഉണ്ട്, സ്ട്രോങ് ആണ്. പക്ഷേ പറ്റിപ്പോയടേ, എൻ്റെ കയ്യിൽ ഗണ്ണ് മാറിപ്പോയടേ. പക്ഷേ അവനെ ഓൾറെഡി ഫ്ലൈ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ബട്ട് സ്റ്റിൽ ഗണ്ണ് മാറിപ്പോയി. എനിക്കങ്ങ് വിഷമായിപ്പോയി. എൻ്റെ ലൂട്ടെല്ലാം പോയടേ. ഞാൻ അല്ലെങ്കിലും ഇങ്ങനെയാണ്, ഉള്ള ലൂട്ട് മുഴുവൻ എടുത്ത് എനിക്ക് കൊടുക്കും. എനിക്ക് വിഷമായിപ്പോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും അവന്മാർ പോകുന്നു, അവിടെ വേറൊരുത്തം വരുന്നു. പൊരിഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് തോന്നി. ഞാനിപ്പോൾ വൈപ്പാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും ട്രോക്സി പൊക്കി കിട്ട്. എന്നിട്ട് ഇവിടെ വന്നു. ഇതാണ് ലാസ്റ്റ് ആണ് കേട്ടോ. 10 പേരെ ലൈവാണ്. ഈ 10 പേരുടെ ട്രോക്സിയെ 2 പേരെന്താ അവിടെ മേലെയുണ്ട്, ബാക്കി എല്ലാവരും എനിക്ക് 8 പേരെന്ത് ഇവിടെ ഉണ്ട്. ഇതാക്കി മാസ്റ്റർ ലോബിയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സോ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവർ നല്ല കിണ്ണം കച്ച പ്ലേയേഴ്സ് ആയിരിക്കും. അവർ അടിച്ചണ്ടം കയറും. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒന്ന് കുനിഞ്ഞിരുന്നിട്ട് എനിക്കറിയാം ഈ വീണത്ത് ആരെങ്കിലും കൊണ്ടുപോകും, ആരൊക്കെ പറന്ന് ഉറങ്ങുന്നുണ്ട്. 16 പേരെ ലൈവ് കണ്ടോ. അപ്പോഴേക്കും അവിടെ മൂലിൽ ഒരുത്തനുണ്ടായിരുന്നു, അവനെ ഞാൻ അടിച്ച് കൊന്നു. അപ്പോഴെന്ത് ഇവിടെ ഒരുത്തം വന്ന് കുത്തി. ഇവനും ആ പുറത്തുനിന്നവനും കൂടെ എന്നെ കിട്ടിയതേ. 2 പേരും കൂടെ അടിച്ചപ്പോൾ ഞാൻ ചത്തുപോയി. ആ പുറത്തുനിന്ന് ആക്ച്വലി ഞാൻ കണ്ടില്ല. എങ്കിൽ ഞാൻ ഗ്ലൂ ഇട്ടിട്ട് ഞാൻ അവിടെ ക്ലോസ് ചെയ്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരുത്തനുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും സ്യൂസ് 2-3 തൊട്ടൊക്കെ ചത്തിട്ടവൻ അത് ഭീകരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ട്രോക്സി ഇവിടെ വന്ന ഫൈറ്റാണ്. ട്രോക്സി ആക്ച്വലി ഈ ടോപ്പ് 10 കയറി കഴിഞ്ഞാൽ പിന്നെ ട്രോക്സി കുറച്ചും കൂടി ഡേഞ്ചറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല അടിയാണ്. സ്യൂസ് ഇത് ആക്ച്വലി ഞാൻ കട്ട് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചായിരുന്നു. സ്യൂസ് പുള്ളി ഇവൻ്റെ ഈ മൂവ്മെൻറ്റൊക്കെ നിങ്ങൾ കണ്ടാവും, പ്രോ ലെവൽ സാധനമാണ്. അതിൻ്റെ മേലെ ആളുണ്ട് എനിക്കറിയാം, അവനാണ് അവന് കുത്തി അവിടെ ഇരിക്കുന്നത്. പുള്ളി ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ട്രോക്സി തുള്ളി ഞാൻ പറയുന്നുണ്ട്. സ്യൂസ് പുള്ളിയുടെ ഐക്യു ഉപയോഗിച്ചവൻ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം സ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് പ്ലെയറാണ്. നമ്മൾ നോർമലൈസ് ചെയ്ത് കളിക്കുന്ന പോലെയല്ല, പുള്ളി ഭയങ്കര ഐക്യു യൂസ് ചെയ്ത് കളിക്കുന്ന ഒരാളായതുകൊണ്ട് എന്ത് സംഭവിക്കാം. ചിലപ്പോൾ പുള്ളി അങ്ങനെ ഇരുന്നിട്ട് പുള്ളി എന്തെങ്കിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് അല്ലെങ്കിൽ അമാനുഷികമായ എന്തെങ്കിലും ഒരു സെറ്റപ്പാണ് പുള്ളി തോട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും ട്രോക്സി അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ആശാൻ തൃതങ്ക ബ്ലോക്ക് ഇതിനായി ചത്തു. അതായത് ട്രോക്സി ചാടിച്ചടിക്കുമ്പോൾ ഇവിടെ ഒരു കില്ലുണ്ട്, അവൻ അതായത് ഫിനിഷ് ആക്കി. എനിക്ക് തോന്നുന്നത് സ്യൂസിൻ്റെ കില്ലാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, കാരണം ഓൾറെഡി ടോപ്പ് 10 കയറി 7 പേര് ലൈവ് ഉണ്ട്. ഇവനെ അറിയില്ല. ഈ ട്രോക്സിയാണ് നമ്മുടെ MVP. ട്രോക്സി ഇങ്ങനെ കുത്തിയിരുന്ന് കറങ്ങി ആശാൻ എന്തൊക്കെയോ മീൻസ് മേലേക്ക് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും അടിയിട്ടൂടെ ആണവൻ താഴെ തന്നെ നടന്ന് ഇറങ്ങണം. അവർ താഴേക്ക് ചാടുമ്പോൾ അടിക്കാം എന്നുള്ള പ്ലാനൊക്കെയാണ് അവന്. ഗൈസ് ഇന്ന് നിങ്ങൾ IPL ഉണ്ടായിരുന്ന ഗൈസ്? മുംബൈ ഇന്ത്യൻസിന് എച്ചാതി അടിച്ചത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം സഞ്ജു അമ്മാരി അടിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി RCB ഫാനാണ് ഗൈസ്. നിങ്ങൾ എന്ത് ടീമിൻ്റെ ഫാനെന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഞാൻ കടുത്ത RCB ഫാനാണ്. ഇപ്പോൾ എത്രയോ കൊല്ലമായിട്ട് നമ്മൾ തോറ്റ് കിടന്നിട്ട് നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു കപ്പ് എടുത്തത്. പക്ഷേ ആക്ച്വലി ഞാൻ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ലെവലല്ല. മീൻസ് എന്ത് കാര്യത്തിലും ടോക്സിക് ആയിട്ടുള്ളൊരു ഫാൻസും എനിക്കില്ല. ആക്ടേഴ്സിൻ്റെ കാര്യത്തിലൂടെ വാട്ടവർ. ഇത്തവണ എനിക്ക് ചെന്നൈയുടെ അടുത്ത് കുറച്ചും കൂടെ സ്നേഹം കൂടുതലാണ്. കാരണം സഞ്ജു ഉള്ളതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ്. പുള്ളി എന്തെങ്കിലുമൊക്കെ ആക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇത്തവണ കപ്പ് പഞ്ചാബിനോ ചെന്നൈക്കോ RCBക്കോ കിട്ടണമെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അത് എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം. ഇതിപ്പോൾ കളി ഇപ്പോൾ തിരിയും കേട്ടോ. ട്രോക്സി കുത്തുന്നുണ്ട്. ഞാൻ കിട്ടിയ സമയത്ത് അതും കൂടെ പറഞ്ഞുള്ളൂ കേട്ടോ. ഒരു നോക്കൊക്കെ ഇട്ട് ഇല്ല അവിടെ ഗ്ലൂട്ട് അടപ്പാണ്. കാരണം അവിടെ ഫുൾ സ്ക്വാഡുണ്ട് അതിനകത്ത്. വേണ്ട ആ പെണ്ണ് കുത്തിന്നടിക്കുക. പാവം ട്രോക്സി എന്തൊക്കെയോ ബുദ്ധിപരമായി ചിന്തിക്കുകയായിരുന്നു കേട്ടോ. അവൻ്റെ ഓസ്കാർ വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞടേ. അങ്ങനെ ഈ ഗെയിം പ്ലേ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി 2 ഗെയിമുകളിൽ പോയായിരുന്നു. പക്ഷേ അത് റെക്കോർഡൊന്നും ചെയ്തൊന്നുമില്ല. നേരെ ഇറങ്ങാൻ ചെയ്തത്, വേറെ വഴിയില്ല. ഗൈസ് നേരത്തെ പറയും നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് കൈവയ്ക്കേണ്ടി വരും. 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം.